ഹലോ അഗി. ഹലോ, ഇതെന്താ ഇപ്പം വിളിച്ചേ? ഒന്നുമില്ല. നീ വരുമ്പോ കുറച്ച് ലേറ്റ് ആയിട്ട് വന്നു മതിട്ടാ. അതെന്താ? ഞാൻ പറ്റിയ ഇന്ന് വരണ്ടാന്ന് പറഞ്ഞിട്ടാണോ വിളിക്കുന്നത്? പേടിച്ചു പോയി. ഓ, അതൊന്നുമല്ല. നീ ഒരു 10-10:30 അങ്ങനെ വന്നാ മതി. അതെന്താ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല. അത് അമ്മേനെ കാണിക്കാൻ പോണം. ഡോക്ടറെ കാണിക്കാൻ. ഓ, അത് ശരി. അപ്പൊ വൈകുന്നേരം ടോക്കൺ കിട്ടിയത്. എത്ര മണിക്ക്? ഒരു 8 മണിക്കാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ലേറ്റ് ആയിട്ടുണ്ട്. പിന്നെ നീ വന്നിട്ട് അവിടെ വെറുതെ അപ്പൊ ഞാൻ ഒരു 10:30 11 എത്തിയപ്പോ ഇരുന്നാലും എന്തായാലും അതിനുശേഷം ഡോക്ടറൊന്നും ഉണ്ടാവില്ലല്ലോ. ഇല്ല. അങ്ങനെ വന്നാ മതി. ഞാൻ വിചാരിച്ച് എല്ലാം തീർന്നു. അങ്ങനെ തീരുവൊന്നുമില്ല. ഓക്കെ. അപ്പൊ എന്തെങ്കിലും സ്പെഷ്യൽ വേണോ ഇന്ന്? വിളിക്കുന്നതല്ലേ സ്പെഷ്യല്? സ്പെഷ്യല് പുതിയ ഐറ്റംസ് എന്തെങ്കിലും നമുക്ക് പ്രയോഗിക്കാം. അതന്നെ സ്പെഷ്യല്. ഇന്നലത്തെ പോലെ അധികം ഇതൊന്നും വേണ്ട കേട്ടാ. എന്ത് പറ്റി? മതിയായ? അതല്ലടാ, എനക്ക് ഭയങ്കര ക്ഷീണവും നടുവേദനയല്ലോ. ഇന്ന് അമ്മേനെ കൂട്ടി പോകാന്ന് പറയണ്ടേ. അറിയില്ല. ഗ്രൗണ്ട് എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് തീർന്നാ? പൊട്ടിപ്പൊളിഞ്ഞ് തീർന്നിട്ടൊന്നുമില്ല. നടുവിനെ പിടിത്തും. എവിടെയാ പിടിക്കാണ്ടിരിക്കണ്ടേ? നടുവിന് പിടുത്തം മാത്രമേ വരൂ. എന്നെ കൊണ്ട് എന്തെല്ലാം ചെയ്യിച്ചേ. വല്ല കണക്കുണ്ടോ എനിക്ക്? നീ അത് മാതിരിയല്ലേ എന്നോട് എന്നോട് അത് മാതിരിയല്ലേ നീ ചെയ്യുന്നേ? ഞാൻ ചെയ്യുന്ന നീ ആവശ്യപ്പെട്ടല്ലേ ഞാൻ ചെയ്തു തരുന്നു. നിനക്ക് വേറെ തന്നെ ഒരു ആവേശമാണ് നിനക്ക്. അത് നിന്നെ കാണുമ്പോ എപ്പോ ഉള്ളത്? അത് പണ്ടേ ഉള്ളതായ ആവേശം ഇപ്പൊ അതന്നെ. ആ ആവേശം ഉള്ളതുകൊണ്ട് തന്നെയല്ലേ ഞാൻ ഇങ്ങനെ നിന്റെ അപ്പുറം ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നു. അല്ല ഞാൻ എപ്പോഴും സ്ഥലം വിട്ടിട്ടുണ്ടാവും. മനസ്സിലായി. അത് വേറെ തന്നെ ഒരു എന്നാലും ഞാൻ വിചാരിക്കും ഇപ്പൊ കാണുന്ന അകിയല്ലല്ലോ. ഞാനങ്ങാ നിന്നെ കെട്ടിയിട്ടുണ്ടെങ്കിലേ അതെനിക്ക് പറയണ്ടേ, ഞാൻ ഉണ്ടാവൂലല്ലേ? അതെനിക്കറിയാൻ പറ്റൂല. എല്ലാ ദിവസവും ഞാൻ വീട്ടിൽ തന്നെയായിരിക്കും പരിപാടി. അതെല്ലാം വെറുതെ. എപ്പോഴും കിട്ടുമ്പോ മതിയാവൂലേ? അതൊന്നും മതിയാവൂല. മതിയാവും. അങ്ങനെയാണല്ലോ. അതൊന്നുമല്ല. നമ്മൾ ഏത് കാലം തിന്നുന്ന ചോറ അതിന്റെ എല്ലാവർക്കും മതിയാകുന്നുണ്ടോ? അങ്ങനെയല്ല. ഇടക്ക് ഇപ്പൊ ഈ 2 ദിവസം 3 ദിവസം കൂടുമ്പോ ഉള്ളത് ഭയങ്കര ഇഷ്ടായിരിക്കും. ഈ ദിവസം കിട്ടുമ്പോ അത് മതി വേണ്ടാന്നായിരിക്കും. അങ്ങനെ ഉണ്ടാവും. എന്റെ കാര്യത്തിലൊന്നും അങ്ങനെയൊന്നുമില്ല. നിന്റെ കാര്യം നീ ദിവസവും ഇല്ലല്ലോ. അതുകൊണ്ടാണ് ചില ആൾക്കാർക്ക് ഇങ്ങനെ അടിയും ബഹളാക്കലായിട്ട് നിൽക്കുന്നു. അതെ, നീ കല്യാണം കഴിച്ചാലും എനിക്ക് മനസ്സിലാവും. ദിവസം അടുത്ത് കിട്ടുമ്പോ അത് വേണ്ട മോനെ. അതെങ്ങനെയാണ് അറിയാലോ. നിന്നെ പോലെ ഒരെണ്ണത്തിനെല്ലാം കിട്ടിക്കഴിഞ്ഞാല് എന്ത് ദിവസം എന്നല്ല എക്സ്ട്രാ ദിവസം ഉണ്ടാക്കും. എന്നിട്ട് എന്നെ പോലത്തെ ഇപ്പൊ ഇവിടെ ഞാൻ എനക്ക് ഒരാളുണ്ടല്ലോ. എന്നിട്ടെന്തേ? അയാള് എന്താ പറയണ്ടേ, എന്റെ അഭിപ്രായത്തിൽ ഒരിക്കലും സർക്കാർ ദിവസം മാറിയൊന്നും കല്യാണം കഴിക്കരുത്. അവർക്ക് ഒരുപാട് ജോലി തിരക്കും പ്രശ്നവും. പിന്നെ ചില കൂട്ടർക്ക് ഈ ഒരു വിഷയം ഉണ്ടാവും. എന്നുവെച്ചാല് ഒരു മനസ്സിൽ ഞാനെന്തോ വലിയ സംഭവം എന്നുള്ളത് കൊണ്ട് ഏടിയും തലകുനിക്കൂല എന്ന് പറഞ്ഞിട്ട് അവരെ കാര്യം മാത്രം നോക്കും. ഈ കാര്യത്തിലും അങ്ങനെ ഉണ്ടാവുക? എല്ലാ കാര്യത്തിലും ഉണ്ടാവും. കാരണം ഞാൻ എന്തൊരു വലിയ സംഭവം, കാരണം ഇതിനപ്പുറം ഞാൻ ഒന്നും ചെയ്യൂല തന്നെ. അതില് ഓള് കിട്ടുന്നതിനെ കൊണ്ട് റെഡി ആയിക്കോളാം. അങ്ങനെ അതൊക്കെ ആയിരിക്കും. അങ്ങനെയല്ല, അതുകൊണ്ടൊന്നുമല്ലല്ലോ. ആണുങ്ങൾക്ക് എന്ന് പറഞ്ഞാല് ഇത്
ദിവസവും അടുത്തിങ്ങനെ കിട്ടി പിന്നെ കൊണ്ടുപോകുമ്പോ അവര് വിചാരിക്കും പുറത്തുള്ളതാണല്ലോ വിചാരിക്കും ഉം. അല്ലേ. അങ്ങനെ വിചാരിക്കുവാന്ന്. അപ്പൊ എന്റെ കെട്ടിയവൻ പുറത്തെവിടെയും പോകുന്നുണ്ടോ എന്നൊരു സംശയം ഇല്ലാണ്ടില്ലല്ലോ. പിന്നെ അടുത്തുള്ള അന്ന വേണ്ട നീ പുറത്ത്. അല്ല, നീ പറഞ്ഞ പോലെയാണെങ്കിലോ, ഉം. അടുത്തുള്ള അക്കരെ പച്ച തോന്നിയാലോ. അടുത്തുള്ള ചോറ് വേണ്ട ബിരിയാണി കിട്ടും പുറത്തും വിചാരിച്ചേ. ആ, അങ്ങനെ വരാലോ. ഉം. പക്ഷെ നീ ബിരിയാണി അല്ല, അതൊക്കെ മേലെയാന്ന് നമുക്കല്ലേ അറിയൂ. അത് എനിക്കല്ലേ. ബിരിയാണി നല്ല മോളെ, ചോക്ലേറ്റാ ചോക്ലേറ്റ്. ചോക്ലേറ്റ് അവിടെ ബാക്കി വെച്ചാ മതി. എന്തിന്? അയാൾക്ക് തിന്നാനാ? അയാൾക്കും കുറച്ച് കൊടുക്കണ്ടേ? അയാൾക്കില്ല, അതിന്റെ പക്കം തോലെല്ലാം കൊടുത്താൽ മതി. മര്യാദക്ക് ആസ്വദിച്ചിട്ട് കഴിക്കുന്ന ഞാനല്ലേ. അപ്പോ ഞാൻ മാക്സിമം കഴിച്ചതിന്റെ ബാക്കി കൊടുത്താൽ മതി. എന്തായിട്ടാന്ന് പറ. ഐറ്റം വിട്, ഞാൻ പറയുന്നേക്ക്. അല്ല, എപ്പെങ്കിലും അയാളെ നാക്ക് മുറിഞ്ഞിട്ടുണ്ടാ? അയാളെ നാക്ക് പോയിട്ട് കൈ മുറിഞ്ഞിട്ടുണ്ടാവും ചേക്ക്. അത് ശരി. എന്നിട്ടാണ് നീ ഇത് പറയുന്നു? ഒന്നുമില്ല. ഒന്നുമില്ല. എല്ലാ ആണുങ്ങളും ഇങ്ങനെ തന്നെയാന്നായിരിക്കും അല്ലേ? അതറിയില്ല. അല്ല, ഒരാഴ്ചയെല്ലാം കൂടുമ്പോ കിട്ടിയല്ലേ, എന്തൊരു ടേസ്റ്റ് ആയിരിക്കും. അല്ല, ഞാൻ ഇങ്ങനെ പറയുന്ന കേട്ടോ, നീ കല്യാണം കഴിഞ്ഞോട്ടല്ലോ ചിലപ്പോ ആഴ്ചക്കോ ചിലപ്പോ 2 ആഴ്ചയെല്ലാം കൂടുമ്പായിരിക്കും ഒരു പ്രാവശ്യം ഈ ചോറൊന്ന് തിന്നുവന്ന്. അങ്ങനെയായിരിക്കും. അങ്ങനെ കല്യാണം കഴിഞ്ഞ പാടെ നല്ല ഇഷ്ടായിരിക്കും ചോറ് തിന്നാൻ. കല്യാണം കഴിഞ്ഞാല് പിന്നെ ഒരു കൊല്ലം 2 കൊല്ലം വരെ ഭയങ്കര ഇഷ്ടായിരിക്കും ദിവസവും ചോറ് തിന്നാൻ. പിന്നെ ഒരു മടുപ്പൊക്കെ വന്ന് പിന്നെ വിചാരിക്കും അത് ആഴ്ചക്കാവും, പിന്നെ മാസത്തിലാവും. അങ്ങനെ നിന്റെ എങ്ങനെയാ? മാസത്തിലോ ആഴ്ചക്കാ? എന്റേത് മാസത്തിലേ മോനെ. നീയല്ലേ പറഞ്ഞ ആഴ്ചക്ക് ഉണ്ടാവും. അങ്ങേര് വന്നിട്ട് അങ്ങേർക്ക് വയറ് നിറയുന്നവരെ അത് മാസത്തില് അയാൾക്ക് വേണ്ടുമ്പോ മാത്രം. അപ്പൊ പിന്നെ നിന്റെ വിശപ്പ് എങ്ങനെയാ നീ നടക്കുക ഞാനില്ലെങ്കിൽ? അതുകൊണ്ടല്ലേ ഞാൻ കണ്ടുപിടിച്ചു വിളിക്കുന്നു. അല്ലെ ഞാൻ പിന്നെന്ന് പറയണ്ടേ ഒറ്റക്കുള്ള എന്തെങ്കിലും കണ്ടുപിടിക്കേണ്ടി വരും. നീ കല്യാണം കഴിച്ച് പോയതിനു ശേഷം പിന്നെ ഇനി എല്ലാം കയ്യിൽ നിന്ന് പോയിന്ന് വിചാരിച്ച പിന്നെയാണ് നമ്മളെ നീ കല്യാണം കഴിഞ്ഞിട്ട് എത്ര 1 കൊല്ലം കഴിഞ്ഞാലല്ലേ വീണ്ടും നമ്മൾ കാണുന്നത്, കണ്ടുമുട്ടുന്നത്. അതെ, പിന്നെ ഫോൺ നമ്പർ നീ കാര്യങ്ങളും പറഞ്ഞുതരാനല്ലോ വീണ്ടും നമ്മള് പഴയ ഇതിലേക്ക് തന്നെ വന്നത്. അപ്പൊ 1 കൊല്ലം ഉഷാറായിരിക്കൂലേ? 1 കൊല്ലം മോശമില്ലേ? അത് കഴിഞ്ഞാലും പിന്നെ കുഴപ്പമില്ലെന്നാ പിന്നെ ഞാനായില്ലേ. പിന്നെ നീ വന്നു. അപ്പൊ നിന്റെ കാര്യത്തില് വലിയ കുഴപ്പമില്ല അല്ലേ? കുഴപ്പമില്ല. അതാ പറഞ്ഞ. അപ്പൊ ഞാനുള്ളോണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് നടുവേദനയൊക്കെ ഒന്ന് സഹിക്ക്. അതുകൊണ്ടല്ലേ ഞാൻ സഹിക്കുന്നത്. അപ്പോ ഇന്നത്തേത് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടില്ലേ നമുക്ക് തേങ്ങ ഒരിക്കാന്ന്. തേങ്ങ ഒരിക്കല് കണ്ടിട്ടുണ്ടാ? അറിയാ? ഇപ്പം ഒരിച്ചിനാ? പാരയിലല്ലേ? പാരയിൽ തന്നെ. പാരേനെ മേലെ തേങ്ങ എടുത്ത് വെച്ചിട്ട് ഇരിക്കുന്ന കണ്ടിനാ? അല്ല, അങ്ങനെ എപ്പെങ്കിലും കെട്ടിയാണ് ഇരിച്ചിനാ? ഇല്ല. അയാളെന്ത് മനുഷ്യ. അപ്പൊ ഇന്ന് ഞാൻ തേങ്ങ ഒരിക്കാം. അവിടെയാകുമ്പോ ഞാൻ കൊറേ വിചാരിക്കുന്നു.
പാലക്കാട് നെയ്യ് ഐറ്റയിൽ അറിയാം. ശ്ശേ, ഇതൊക്കെ എന്ത്? പിന്നെ ഉം. സ്വന്തമായിട്ട് മേടിച്ചതാ പിന്നെ അല്ലാണ്ട് അല്ലെ ആരെങ്കിലും ചെയ്യുന്ന ആരും ഇതെന്താ എല്ലാരും വിളിച്ചിട്ടാന്ന് അതായിരിക്കും. കേട്ടില്ലല്ലോ. അപ്പൊ ഇന്ന് മോളെ തേങ്ങ ഉരി, അതാകുമ്പോ എനിക്ക് നടുവിനൊന്നും വലിയ പ്രശ്നം വരില്ല. പ്രശ്നം വരും. തേങ്ങ ഉരിക്കുമ്പോ നന്നായിട്ട് മാത്രല്ലേ കളയൂ. ചേരി മാത്രമേ കളയൂ. വെള്ളമൊക്കെ തേങ്ങേന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. എന്നിട്ട് ഉടച്ചിട്ടുണ്ടൊരു വെള്ളം കൂടി കുടിക്കാൻ വിടണം. കുടിച്ചോ, അന്റെ ഉച്ചവരെ കുടിക്കുക. ആ ഞാനിരിക്കും. നീ എന്നെ കുടിക്കൂ. ഇരിക്കണം കേട്ടോ, മേലെ കയറിയിട്ട് പാരമ്പര കയറി ഇരിക്കണം. എന്നിട്ട് വേണം തേങ്ങ വെച്ചിട്ട് ഇരിക്കാൻ. ഓക്കെ. അപ്പൊ ഓക്കെ, ഒരു 10:30 മാക്സിമം 11 മണിയാകുമ്പോ ഞാൻ എത്തും കേട്ടാ. ആക്രാന്തമൊന്നുമില്ല. അതെയല്ല, നേരത്തെ വരുന്നില്ല ആക്രാന്തം പിടിച്ചിട്ട് ഞാൻ വന്നു കഴിഞ്ഞാ പിന്നെ ആക്രാന്തം തന്നെ ആയിരിക്കും കേട്ടോ. ഞാന് വീട്ടിലെത്തിയാല് ഒരു മിസ് കോൾ ഇടാം. ആ ഓക്കെ. നമുക്ക്